എന്നാൽ ഇസ്ലാം കേവലം പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്, മറിച്ച് അത് പ്രയോഗവൽക്കരിച്ചു, ജനങ്ങൾക്കത് കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, 13 വർഷ കാലഘട്ടത്തിലെ മക്കാ ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും എതിർക്കുകയും ആരോപണങ്ങളാൽ മൂടുകയും ചെയ്ത ആളുകൾ അവരെ മുഴുവനും തോൽപ്പിച്ചുകൊണ്ട്, അവർ മുഴുവനും അടിയറവ് പറഞ്ഞുകൊണ്ട്, അവർ മുഴുവനും ഒരു സായുധ വിപ്ലവത്തിലൂടെയല്ല, മറിച്ച് കേവലമായ വിശ്വാസ വിപ്ലവത്തിലൂടെ തന്നെ, അങ്ങനെ തന്നെ പറയട്ടെ, അവരെ മുഴുവനും പൂർണ്ണമായി ഈ ഇസ്ലാമിനെ കീഴൊതുക്കിക്കൊണ്ട് മക്കാ വിജയം നടന്ന സമയം, മക്കാ വിജയം നടന്നിരിക്കുകയാണ്. അവിടെയുണ്ടായിരുന്ന ഉന്നതന്മാർ, അവിടെയുണ്ടായിരുന്ന അധമന്മാർ, അവിടെയുണ്ടായിരുന്ന അടിമകൾ, അവിടെയുണ്ടായിരുന്ന ഉടമകൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവരും കഅബാലയത്തിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്കകത്തുള്ള സകല വിഗ്രഹങ്ങളെയും നിഷ്കാസനം ചെയ്തുകൊണ്ട് ബഹുദൈവാരാധനയുടെ മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് നിന്ന് ബഹുദൈവാരാധനയുടെ ലാഞ്ചനകളെ മുഴുവനും നിഷ്കാസനം ചെയ്തതിന് ശേഷം കഅബാലയത്തിനകത്തുള്ള ബഹുദൈവാരാധനയുടെ ചിഹ്നങ്ങളെ നിഷ്കാസനം ചെയ്യുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ നിഷ്കാസനം ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കഅബാലയത്തിന് മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ആരോടാണ് പറഞ്ഞത്? ചരിത്രത്തിലെ ശ്രദ്ധേയമായ നിമിഷം, ഇസ്ലാമിന്റെ ആ വിജയത്തിന്റെ പ്രഖ്യാപനം അത് പറഞ്ഞത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്. അവിടെ കേവലം പ്രഖ്യാപനത്തിനപ്പുറത്ത് പ്രായോഗികമായി നടപ്പാവുകയായിരുന്നു മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ളത്. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് എന്നുള്ളത്. പടച്ചവൻ മാത്രമാണ് നിങ്ങളുടെ രക്ഷിതാവ്, പടച്ചവന്റെ ദാസന്മാരാണ് എല്ലാവരും എന്നത്. ഈ ഒരു സങ്കല്പങ്ങളിൽ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ വളർത്തിയെടുത്ത സമുദായമാണ്. ആ ഖുർആൻ വളർത്തിയെടുത്ത സമൂഹം മാനവികതയെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മാനവികത ലോകം ഉൾക്കൊള്ളുവാൻ സന്നദ്ധമായത് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നത് സത്യം. നമുക്കറിയാം, 1963 ആണ് ബ്രിട്ടനിൽ ഈ രൂപത്തിൽ ഉള്ള കറുത്തവർക്കെതിരെയുണ്ടായിരുന്ന നിയമങ്ങളിൽ പലതും മാറ്റേണ്ടി വന്നത് എന്ന സത്യം. ഈ അടുത്ത കാലഘട്ടത്തിലാണല്ലോ വെള്ളക്കാരന്റെ അപ്പാർത്തൈഡിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക മുക്തമായത്. ഇന്നും ലോകത്തിന്റെ പോലീസായി അറിയപ്പെടുന്ന രാജ്യത്ത് അവിടുത്തെ ഒരു വെളുത്തവളുടെ പുത്രനായ കറുത്തവൻ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറം പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്കുകൾ മാറിപ്പോകുന്നു എന്ന ചിത്രം നമുക്ക് നൽകുന്ന ലോകത്തിന്റെ ഭീകരമായ ചിത്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അവസ്ഥയിലാണ് ഇസ്ലാം ചരിത്രത്തെ മാറ്റിക്കുറിക്കുന്നത്. ഇസ്ലാം ഈ സവർണന്റെ, അധികാരിയുടെ, ഉടമയുടെ ചരിത്രത്തിൽ നിന്ന് സാധാരണക്കാരന്റെ മാനവികതയുടെ ചരിത്രത്തിലേക്ക് മാറ്റിക്കുറിക്കുന്നത്. അതേപോലെ തന്നെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. ലോകത്ത് വിജ്ഞാനം എന്നത് ചില പ്രത്യേക വിഭാഗങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്. വിജ്ഞാനം പ്രത്യേക സമൂഹങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ട കാലത്തെക്കുറിച്ച് വലിയ വലിയ ആളുകൾ എന്ന് അറിയപ്പെട്ടിരുന്ന ആളുകളുടെ കീഴിൽ പോലും അവിടെ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ബ്രാഹ്മണരുടെ, ഉയർന്നവരുടെ മാത്രം കുത്തകയായിരുന്നു. ഗ്രീസിലും റോമിലുമെല്ലാം ഇത് തന്നെയായിരുന്നു അവസ്ഥ. സാധാരണക്കാരന്റെ, അടിമയുടെ, പണിയെടുക്കുന്നവന്റെ, തൊഴിലാളിയുടെ, വിയർപ്പൊഴുക്കുന്നവന്റെ അടുത്തേക്ക് വിജ്ഞാനം കടന്നു ചെന്നിരുന്നില്ല. പലപ്പോഴും ലോകത്തിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ അവസ്ഥ അതായിരുന്നു. ഭാരതത്തിന്റെ അവസ്ഥ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബ്രഹ്മസൂത്രത്തിൽ വളരെ കൃത്യമായി എഴുതി, ശ്രവണാധ്യായനാർത്ഥ പ്രതിഷേധ. വേദം കേൾക്കുന്നതും അനുഭവിക്കുന്നതും പഠിക്കുന്നതും പ്രതിഷേധമാണ്, ശൂദ്രന് പാടില്ലാത്തതാണ്. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ശങ്കര ഭാഷ്യത്തിൽ ശ്രീ ശങ്കരാചാര്യൻ എഴുതി, വേദം കേട്ട ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴുക്കണം. വേദം ഉച്ചരിച്ചാൽ ശൂദ്രന്റെ നാവ് പിഴുതെടുത്ത് കളയണം. വേദം
പഠിച്ച ശൂദ്രനെ കൊന്നുകളയണം എന്നതാണ് ശ്രുതി നിയമത്. വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അദ്ദേഹം. പഠനമെന്നത്, അറിവ് എന്നത്, മതപരമായ അറിവ് പോലും അത് ഉയർന്ന ജാതിക്കാരന്റെ മാത്രം അറിവായി സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടം. അവിടെ നിന്ന് പോയി ഇസ്ലാം മനുഷ്യരോട്, പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോ ആ കേവലം മതപരമായ ആത്മീയമായ അറിവ് മാത്രമല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള അറിവിന്റെ വിസ്ഫോടനം, വൈജ്ഞാനിക വിസ്ഫോടനം സാധ്യമാവുകയായിരുന്നു ലോകത്ത് എന്നുള്ളതാണ് സത്യം. വൈജ്ഞാനിക വിസ്ഫോടനം അതായിരുന്നു ലോകത്തുണ്ടായത്. അതാണ് അതുകൊണ്ടുണ്ടായത്. അത് കേവലം ജാതികളിൽ ഒതുങ്ങി നിന്നതല്ല, ഏത് സാധാരണക്കാരനിലേക്ക് ഇറങ്ങി വരികയായിരുന്നു അറിവ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. ഖുർആൻ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ആശയിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്? അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടുവെന്ന്? അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ വിധാനിക്കപ്പെട്ടുവെന്ന്? അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഉയർത്തി വെക്കപ്പെട്ടത് എന്ന്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ, രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തിൽ. അതേ, ചിന്തിക്കുവാനുള്ള ആഹ്വാനമായിരുന്നു അത്. ആ ചിന്തിക്കുവാനുള്ള ആഹ്വാനം ഉൾക്കൊണ്ട ആളുകൾ ലോകത്ത് വൈജ്ഞാനിക വിസ്ഫോടനത്തിന് കളമൊരുക്കി എന്നത് നമ്മുടെ നിരീക്ഷണമല്ല. നിങ്ങൾ ശാസ്ത്ര ചരിത്രം എടുക്കുക, മധ്യകാലഘട്ടത്തിലെ ശാസ്ത്ര ചരിത്രം എടുക്കുക, ഏത് ശാസ്ത്ര ചരിത്രകാരൻ എഴുതിയതെടുത്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും, മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ ദീപശിഖ ഉയർത്തിയത് മുസ്ലിങ്ങളായിരുന്നു എന്നുള്ള സത്യം. അതിന് അവർക്ക് പ്രചോദനം എന്തായിരുന്നു? ഇന്ന് ശാസ്ത്രജ്ഞനാകാൻ പ്രചോദനം പണമാണ്, സ്ഥാനമാണ്, നൊബേൽ സമ്മാനത്തെ പോലെയുള്ള സമ്മാനങ്ങളാണ്, അവർക്ക് ലഭിക്കുന്ന ഉയർന്ന സ്ഥാനഭാരങ്ങളാണ്. ഇന്ന് ശാസ്ത്രം ഒരു കച്ചവടമായി മാറി. ഇന്നത് പാല് കിട്ടുന്ന കറവപ്പശുവായി മാറി. അതുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കുവാൻ ആളുണ്ടായി. എന്നാൽ ശാസ്ത്രം കറവപ്പശുവല്ലാതിരുന്ന സമയത്ത്, ശാസ്ത്രം കേവലം അന്വേഷണമായിരുന്ന സമയത്ത്, ശാസ്ത്രം ജനങ്ങൾക്കുള്ള സേവനമായിരുന്ന സമയത്ത്, ആകാശഗോളങ്ങളെ കുറിച്ച് പഠിച്ചാൽ എവിടെ നിന്നും ഒരു ഫാക്കൽറ്റിയിൽ നിന്നും ഒരർത്ഥത്തിലുമുള്ള സമ്മാനങ്ങളില്ലാതിരുന്ന സമയത്ത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള സാമ്പത്തിക വരുമാനമില്ലാതിരുന്ന സമയത്ത് മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ റാസിയെ പോലെയുള്ള, അതേപോലെ തന്നെ ഇബ്നു റുഷ്ദിനെ പോലെയുള്ള, ഇബ്നു സീനയെ പോലെയുള്ള, മൂസൽ ഖുവാരിസ്മിയെ പോലെയുള്ള, അബുൽ ഹസനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ഖലീഫ മൻസൂറിന്റെയും അതേപോലെ ഖലീഫ മഅമൂനിന്റെയും എല്ലാം കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ശാസ്ത്ര ശാഖകൾക്ക് ജന്മം നൽകുകയായിരുന്നു. അവർ അന്വേഷണങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. അവർ ലോകം അന്ന് യൂറോപ്പ് ഇരുട്ടിലാണ്ടിരുന്ന സമയത്ത് അന്നവർ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുകയായിരുന്നു, ഭൂമിയെ കുറിച്ച് പഠിക്കുകയായിരുന്നു. യൂറോപ്പിൽ ഭൂമി സൂര്യനെ ചുറ്റും ചുറ്റുന്നു എന്ന ഒരു സിദ്ധാന്തം പറഞ്ഞതിന് വേണ്ടി, ഭൂമി സൂര്യനെ ചുറ്റും ചുറ്റുന്നു എന്ന് പറഞ്ഞ കാരണത്താൽ ബ്രൂണോയെ ചുട്ടുകൊല്ലത് 16-ാം നൂറ്റാണ്ടിലാണെങ്കിൽ അതിന് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ ചുറ്റളവളക്കുകയായിരുന്നു. സൂര്യകേന്ദ്ര സിദ്ധാന്തത്തിന്റെ, ടോളമിയുടെ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ. അതേപോലെ തന്നെ ഭൂമിയല്ല സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് വാദിച്ചതിന് ഗലീലിയെ വീട്ടുതടങ്കലിൽ വെച്ചത് അതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണെങ്കിൽ അതിനെത്രയോ നൂറ്റാണ്ട് മുമ്പ് മുസ്ലിം ലോകത്ത് ശാസ്ത്രം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അന്ന് ഗ്രീസിൽ നിന്നും റോമിൽ നിന്നും മറ്റെവിടെയൊക്കെ അറിവുണ്ടോ അവിടെ നിന്നെല്ലാം അറിവ് നേടിയെടുക്കുകയും സ്വന്തമായി ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് പുതിയ പുതിയ അറിവിന്റെ ചക്രവാളങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ. അന്ന് അവർ ആ ശാസ്ത്രത്തിന് ജന്മം നൽകിയില്ലായിരുന്നുവെങ്കിൽ, അന്നവർ തുടക്കം കുറിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അന്വേഷണാത്മകമായ ചിന്താ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ചരിത്രം ഇങ്ങനെയാകുമായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ശാസ്ത്രം ത്യാഗം ആവശ്യമുള്ള കാര്യമായിരുന്നു. അന്ന് അറിവ് നേടുക ത്യാഗം ആവശ്യമുള്ളതായിരുന്നു. അന്നത് ചെയ്തത് പരിശുദ്ധ ഖുർആന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്. അതേപോലെ തന്നെ ഏതൊരു സംസ്കാരത്തിന്റെയും നന്മയും തിന്മയും തീരുമാനിക്കുക പെണ്ണുങ്ങളുടെ ആ സംസ്കാരത്തിലുള്ള സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ സമൂഹങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? ഗ്രീസിൽ
പെണ്ണ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രതിരൂപമാണ് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. റോമാ നിയമം അനുസരിച്ച് പെണ്ണിന് സ്വന്തം പിതാവിനോ അതല്ലെങ്കിൽ ഭർത്താവിനോ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അറുകൊല ചെയ്യാൻ വരെ